സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഇടമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ ഗുരുതര വീഴ്ച രോഗികൾക്കാകെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗനിർണയത്തിനായി ശേഖരിച്ച സാമ്പിളുകൾ മോഷണം പോയ സംഭവം അധികൃതരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് വരും മുമ്പ് മലപ്പുറത്ത് പ്രമുഖ വ്ളോഗർ ജുനൈദിന്റെ മരണത്തെ ദുരൂഹതകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. യുവതി നൽകിയ പീഡനക്കേസ് നിലനിൽക്കെയാണ് ജുനൈദിന്റെ മരണം. ബൈക്കപകടത്തിലാണ് ജുനൈദ് കൊല്ലപ്പെട്ടത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനപ്പുറം മറ്റെന്തെങ്കിലും ജുനൈദിന്റെ മരണത്തിന് പിന്നിലുണ്ടോ? സംഭവത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കാണാം ആ വാർത്തയുടെ വിശദാംശങ്ങൾ. സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ളയാളാണ് വ്ളോഗർ ജുനൈദ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്ന് മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തു വന്നിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ജുനൈദിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതകളില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എങ്കിലും ആരോപണങ്ങളുണ്ടായ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. ജുനൈദിനെതിരെ നൽകിയ പീഡന പരാതി യുവതി പിൻവലിച്ചിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി. വെള്ളിയാഴ്ച വൈകിട്ട് 5:20 ജുനൈദ് അപകടത്തിൽപ്പെട്ടത്. മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് എന്നാണ് നിഗമനം. റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് എന്ന് പോലീസ് പറഞ്ഞു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും. മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പരാതി നൽകിയിട്ടില്ല. അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തി. ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണമെന്നും ജുനൈദിനെതിരെ ഉണ്ടായിരുന്ന കേസിൽ അയാൾ നിരപരാധിയാണോ എന്ന് ഇനി തെളിയിക്കാൻ കഴിയില്ലെന്നും സനൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അറിയപ്പെടുന്ന റീൽസ് താരവും വ്ളോഗറുമാണ് ജുനൈദ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ ജുനൈദിനെ നേരത്തെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ പീഡന പരാതി യുവതി പിൻവലിച്ചിരുന്നുവെന്നും കേസ് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ജുനൈദിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് അറിയിച്ചു. വാഹനാപകടത്തിന് കാരണം മദ്യപാനമെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിൽ ജുനൈദിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. രക്തമടക്കമുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം ഇതിന്റെ ഫലം ലഭ്യമാകും. തലക്കേറ്റ പരിക്കാണ് ജുനൈദിന്റെ മരണത്തിന് വഴിയൊരുക്കിയത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ വിവരം. വാഹനാപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നടൻ ബാലയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല. പരസ്പരം അത്രമേൽ വിടുപ്പലക്കലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ മുൻ പങ്കാളി എലിസബത്ത്, മുൻ ഭാര്യ അമൃത സുരേഷ്, യൂട്യൂബർ അജു അലക്സ് എന്നിവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബാല. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അവമാനിക്കുന്നുവെന്നാണ് പരാതി. ഭാര്യ കോകിലയ്ക്കൊപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ബാല പരാതി നൽകിയത്. സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് ബാലയുടെ പരാതി. യൂട്യൂബർ അജു അലക്സുമായി ചേർന്നാണ് ഈ അപവാദ പ്രചാരണം നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു. അജു അലക്സിന് 50 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിരുന്നു. ഇതിന് വഴങ്ങിയില്ല. അതിന് പിന്നാലെ അപവാദ പ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു.
ഭാര്യ കോകിലയ്ക്കൊപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ബാല പരാതി നൽകിയത്. എന്നെയും എൻ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ என்னன்னா ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിലായിപ്പോയി. ഇതൊരു തൊഴിലാണ്, ഇതൊരു ജാബാണ്. ഒരു സെലിബ്രിറ്റി ഒരു പേരെടുത്തിട്ട് ரொம்ப ഡിസ്റ്റർബിങ് ആണല്ലോ. എന്നെ വൈഫ് കോക്കിലാവെ എടിവാടിന്നൊക്കെ വിളിക്കുന്നു. ഇത് എവിടുത്തെ സംസ്കാരം? ഇത് എന്തൊക്കെ ഹറാസ്മെൻറ്റ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഏൻ വന്ന് പറയണം ഇത്രയും നാൾ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മുൻ പങ്കാളി എലിസബത്ത് ബാലയ്ക്ക് നേരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബാലയും തിരിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. പിന്നാലെ ബാലയുടെ ഭാര്യ കോകില എലിസബത്തിനെതിരെയും രംഗത്തെത്തി. തുടർന്ന് എലിസബത്ത് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻ സുരക്ഷാ വീഴ്ച. രോഗനിർണയത്തിനായി അയച്ച ശരീരഭാഗങ്ങൾ മോഷണം പോയി. സംഭവത്തിൽ ആക്രി വിൽപ്പനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രി ശേഖരിക്കുന്നയാൾ മാറിയെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. നഷ്ടമായ സാമ്പിളുകൾ തിരികെ ലഭിച്ചതായും നിലവിൽ രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ ഹൗസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരൻ അജയ്കുമാറിനെ സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പാത്തോളജി വിഭാഗത്തിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരിശോധനയ്ക്കയച്ച ശരീരഭാഗങ്ങളാണ് ആക്രിക്കാരൻ മോഷ്ടിച്ചത്. 17 രോഗികളുടെ സ്പെസിമെനാണ് മോഷണം പോയത്. പത്തോളജി ലാബിന് സമീപം രാവിലെ ആംബുലൻസ് ജീവനക്കാർ കൊണ്ടുവച്ച സാമ്പിളുകൾ ആക്രിക്കാരൻ മോഷ്ടിക്കുകയായിരുന്നു. സ്പെസിമെനുകൾ കാണാതെ പോയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രിയാണെന്ന് കരുതിയാണ് ബോക്സ് എടുത്തതെന്നാണ് കസ്റ്റഡിയിലുള്ള ആക്രിക്കാരന്റെ മൊഴി. ശരീരഭാഗങ്ങളാണെന്ന് മനസ്സിലായതോടെ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. നഷ്ടമായ സാമ്പിളുകൾ തിരികെ ലഭിച്ചതായും ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു 3 മണിയായപ്പോഴാണ് ഞാൻ റൂമർ കേട്ടു. ഞാൻ കൺഫേം ചെയ്യാനായിട്ട് ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറെ വിളിച്ചു ചോദിച്ചു. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്രിക്കാരൻ കൊണ്ടുപോയെന്നും പറഞ്ഞു. അത്ര എനിക്കറിയാവുന്ന എല്ലാം കിട്ടി. ഇല്ല ഇല്ല ഇല്ല. കാരണം ഫോർമാലിനൊന്നും ഒന്ന് ഫിക്സേറ്റ് ഒഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ടിഷ്യൂ ഒന്നും ഡാമേജ്ഡ് ആവില്ല. രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ പറയുന്നു. അതേസമയം പരിശോധനയ്ക്കയച്ച സ്പെസിമെനുകൾ കൈകാര്യം ചെയ്യുന്നതിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഇതിലൂടെ പുറത്തു വന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിദ്യാർത്ഥികൾ ലഹരിക്കടിമകളാകുന്നെന്ന വസ്തുത നിസ്സാരമായി എഴുതിത്തള്ളാനാവില്ല. ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ പോലും ക്യാമ്പസുകളിൽ ലഹരി വിൽപ്പനക്കാരാകുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് കച്ചവടത്തിൽ പരസ്പരം പഴിചാരുകയാണ് SFIയും KSU. കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാൾ ഒളിവിലാണ്. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിഖ് എന്നിവരും കേസിൽ അറസ്റ്റിലായിരുന്നു. കോളേജിൽ ലഹരി എത്തിച്ചത് ഇവരാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ പോലീസ് നൽകിയ കത്താണ് ഹോസ്റ്റലിലെ റെയ്ഡിന് വഴിതെളിച്ചത്. ആദ്യം അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. ആഷിഖും ഷാരിഖുമാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇവരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നും കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും തൃക്കാക്കര ACP PV ബേബി. കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുള്ളൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ
പാകമല്ല എന്നുള്ള കാര്യം ഒന്നറിയുക. കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇയാൾ ഒളിവിലാണ്. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്നാണ് ആഷിഖും ഷാരിഖും മൊഴി നൽകിയത്. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽക്കുന്നത് ഓഫറിലാണെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. മുൻകൂറായി പണം നൽകുന്നവർക്കാണ് ഓഫർ ആനുകൂല്യം ലഭിക്കുക. മുൻകൂറായി പണം നൽകിയാൽ 500 രൂപയുടെ കഞ്ചാവ് 300 രൂപയ്ക്ക് ലഭിക്കും. അതേസമയം ക്യാമ്പസിൽ ലഹരിയിടപാട് നടക്കുന്നെന്ന് സൂചന നൽകി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് കേസിൽ നിർണായകമായത്. വെള്ളിയാഴ്ച കോളേജിൽ നടക്കുന്ന ഹോളി ആഘോഷത്തിൽ മദ്യവും ലഹരിമരുന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ അതിനായി പണപ്പിരിവ് നടത്തിയെന്നും പ്രിൻസിപ്പൽ കൊച്ചി DCPക്ക് അയച്ച കത്തിൽ പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന 1ാം പ്രതി ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യൂണിയൻ ഭാരവാഹി അഭിരാജിനെ SFI പുറത്താക്കി. അതേസമയം മാധ്യമങ്ങൾ SFIയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് വാർത്തകൾ നൽകുന്നതെന്ന വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് രംഗത്തെത്തി. പിടിയിലായ ഷാരിഖ് KSU യൂണിറ്റ് സെക്രട്ടറിയാണെന്നും അത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിട്ടും മാധ്യമങ്ങൾ മൗനം പാലിച്ചെന്നും PS സഞ്ജീവ് കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ തൊട്ട് അറസ്റ്റിലാക്കപ്പെട്ട ഈ ഷാലിഖുമായി ബന്ധപ്പെട്ട് അയാൾ പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ അയാൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നെന്നോ അയാൾ അവിടുത്തെ നേതാവായിരുന്നെന്നോ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോ ആരാ കാണാത്തത്? മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവ്. ഈ പറഞ്ഞ ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ ഡീലർമാർ. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും MDMA കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം അട്ടിമറിച്ച് പോലീസ്. നാർക്കോട്ടിക് കേസുകളിൽ കൈക്കൊള്ളേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും ആലപ്പുഴ സൗത്ത് പോലീസ് പാലിച്ചില്ല. MDMA വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായുള്ള തുടർ നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കേസിൽ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. കഴിഞ്ഞ 2-ന് മാരക ലഹരി വസ്തുവായ MDMAയുമായി CPM മുനിസിപ്പൽ സ്റ്റേഡിയം ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് അറസ്റ്റിലായ കേസിലാണ് പോലീസ് ഒത്തുകളി. ഹരിപ്പാട് നിന്നും മയക്കുമരുന്നുമായി അറസ്റ്റിലായ വ്യക്തി നൽകിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിഘ്നേഷിനായുള്ള തിരച്ചിലും മയക്കുമരുന്ന് കണ്ടെത്തലും. നാർക്കോട്ടിക് കേസുകളിൽ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ വേണം പ്രതിയുടെ ദേഹപരിശോധനയും മയക്കുമരുന്നിന്റെ അളവുൾപ്പെടെ തിട്ടപ്പെടുത്തലുമെന്നിരിക്കെ ഈ കേസിൽ ഇതുണ്ടായില്ലെന്ന് മാത്രമല്ല, അറസ്റ്റ് വിവരം ചുമതലയുള്ള സ്റ്റേഷൻ ഓഫീസറിൽ നിന്നുവരെ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് മറച്ചുവെച്ചു. സ്റ്റേഷൻ ജാമ്യം നൽകി വിഘ്നേഷിനെ വിട്ടയച്ച ശേഷമാണ് ഇക്കാര്യങ്ങൾ സ്റ്റേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ അറിയുന്നത്. MDMA വിൽപ്പന നടത്തിയ പണം കണ്ടെടുത്തുവെന്ന് പോലീസ് പറയുമ്പോഴും വിഘ്നേഷിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തിയ ലഹരി വസ്തുവിനപ്പുറം കൂടുതൽ അളവിൽ ഉണ്ടായിരുന്നോ എന്നുള്ള തുടർ പരിശോധനകൾ നടന്നിട്ടില്ല. FIR പ്രകാരം വിഘ്നേഷ് പിടിക്കപ്പെടുന്നത് EMS സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്തു നിന്നാണ്. എന്നാൽ വിഘ്നേഷിന്റെ വാഹനം, വീട് എന്നിവ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും ഉണ്ടായില്ല. പിടിക്കപ്പെടുന്ന സമയത്ത് വിൽപ്പന നടത്തിയ പണം കണ്ടെടുത്തിട്ടും ഇതിന്റെ സോഴ്സ് കണ്ടെത്താനോ ഏറ്റവും പ്രാഥമികമായി പ്രതിയുടെ മൊബൈൽ ഫോൺ സീസ് ചെയ്യാനോ പോലീസ് മുതിർന്നില്ല. വിഘ്നേഷിന് വിൽപ്പനയ്ക്കായി ലഹരി എത്തിച്ചവരുടെ കോൺടാക്റ്റിലേക്ക് പോകാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവും ഉണ്ടായില്ല. CDR രേഖകൾ പരിശോധിക്കുകയോ ബാങ്ക് ട്രാൻസാക്ഷൻ, പണമിടപാടിനുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ എന്നിവയുടെ പരിശോധനകളിലേക്കോ സൗത്ത് പോലീസ് കടന്നതേയില്ല. പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനായി CPM ഇടപെടൽ നടന്നുവെന്ന ഗുരുതരാക്ഷേപം നിലനിൽക്കെയാണ് അന്വേഷണത്തിലെ വീഴ്ചകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ഓപ്പറേഷൻ ഡീഹണ്ട് എന്ന പേരിൽ സർക്കാർ ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി പരക്കം പാച്ചിൽ നടത്തുന്നതിനിടയിലാണ് കോടതിയിൽ നിന്ന് പോലും ഊരിപ്പോകത്തക്ക രീതിയിൽ കേസ് ഫ്രെയിം ചെയ്തുകൊണ്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിക്കായുള്ള സൗത്ത് പോലീസിന്റെ പ്രത്യേക ഇളവ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ റെയ്ഡ്. ലോഡ്ജ് ഉടമ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിലായി. ഇതര സംസ്ഥാനത്തു നിന്നുള്ള സ്ത്രീകളെ മാസശമ്പള അടിസ്ഥാനത്തിൽ നിയമിച്ചായിരുന്നു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. വിക്ടോറിയ കോളേജ്
കോളേജിന്റെ പരിസരത്തുള്ള ഇന്ത്യൻ ലോഡ്ജിൽ പുലർച്ചെയായിരുന്നു പരിശോധന. വിപുലമായ സംവിധാനങ്ങളോടെയാണ് ഇവിടെ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്ന വിവരങ്ങളാണ് റെയ്ഡിൽ പുറത്തുവന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യൻ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചാണ് ഈ കേന്ദ്രം നടത്തി വന്നിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനടുത്തായി പ്രവർത്തിക്കുന്ന ലോഡ്ജിലും റെയ്ഡ് നടന്നു. 2 ലോഡ്ജുകളുടെയും നടത്തിപ്പുകാരൻ ഒരാളാണ്. ലോഡ്ജ് നടത്തിവന്ന പുതുപ്പരിയാരം സ്വദേശി അമീർ അബ്ബാസ്, അസം സ്വദേശികളായ 4 സ്ത്രീകൾ, അസം UP സ്വദേശികളായ 2 പുരുഷന്മാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ASP രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാൽ, പോലീസ് ഉദ്യോഗസ്ഥരായ ജഗദാംബിക, സതീഷ്, രാജേന്ദ്രൻ, സജീഷ്, അൻസാർ അലി എന്നിവരാണ് റെയ്ഡ് നടത്തിയത്. ടൗണിൽ മറ്റ് ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അറസ്റ്റിലായ പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പാലക്കാട്. ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ 1.5 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ലിത്വാനിയൻ പൗരൻ അലക്സേജ് വർക്കലയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്നത് അറുപിശുക്കനായി. സ്വയം പാചകം ചെയ്തും സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ ഉപയോഗിച്ചുമൊക്കെ ആയിരുന്നു അലക്സേജിന്റെ ഒളിജീവിതം. സോയാവില്ല എന്ന ഹോം സ്റ്റേ 5 വർഷത്തേക്ക് വാടകയ്ക്കെടുത്തായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത്. 5 വർഷത്തിനിടെ പലതവണ അലക്സേജ് ഇവിടേക്ക് വന്നുപോയിരുന്നു. ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയ്ക്ക് കൈമാറി. വർക്കലയിലെ സോയാവില്ല എന്ന ഹോം സ്റ്റേയിലാണ് ഈ അലക്സേജ് എന്ന അന്താരാഷ്ട്ര കുറ്റവാളി കാലങ്ങളായി കഴിഞ്ഞിരുന്നത്. 11 രാവിലെ ഇവിടെ നിന്ന് ഭാര്യയും കുഞ്ഞിനെയും ബന്ധുവിനെയും റഷ്യയിലേക്ക് കടക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി അവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ഒരു നീക്കം നടത്തുന്നു, രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പ്രതി ഇവിടെ നിന്ന് വൈകിട്ടോടുകൂടി ഈ വീട് വിട്ടു പോകാൻ ശ്രമിക്കുമ്പോഴാണ് ബീച്ച് പോലീസ് ഇവിടേക്ക് എത്തുന്നതും പ്രതിയെ പിടികൂടുന്നതും. ആ സമയത്ത് 50,000 രൂപ പോലീസിന് കൈക്കൂലി കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു നീക്കം കൂടി ഈ അന്താരാഷ്ട്ര കുറ്റവാളി നടത്തുന്നുണ്ട്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അടക്കം 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി. തീവ്രവാദ സംഘങ്ങളുമായുള്ള ബന്ധം, ലഹരി കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, ആ തരത്തിലൊക്കെ ഡാർക്ക് നെറ്റിൽ വലിയ ഇടപെടൽ, സജീവമായ ഇടപെടൽ ഇയാൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട് അവരുടെ ഹോം സ്റ്റേ ആയിട്ട് എടുത്തേക്കുന്നുണ്ടെങ്കിലും അവരവരുടെ ടൂറിസ്റ്റുകളെ വരുത്തുകയും അവിടെ താമസിപ്പിക്കുകയും അവരൊരു ബിസിനസ്സായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രണ്ടിലിരിക്കുന്ന സ്കൂട്ടേഴ്സ് വരെ അവർ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പം ഓരോ ടൈമിലും ഓരോ ആൾക്കാരാണ് വരുന്നത്. അവർ വന്ന് ചിലപ്പോൾ ഒരു വിസ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു 3 മാസം, ചിലപ്പോൾ 1 മാസം, 2 മാസം അങ്ങനെ നിന്ന് പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ആവുന്നതുകൊണ്ട് ഇവരെ കൂടുതലാരും ശ്രദ്ധിക്കാറുമില്ല. പിന്നെ ഇവർക്ക് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രം അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുക, മറ്റെന്തെങ്കിലും വീടുകൾ എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ ഇവർ അടുപ്പം ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ ടൈം അവർ വീട്ടിൽ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശി ഏറ്റവും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ വർക്കല തന്നെ ചൂസ് ചെയ്തത്. കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണ്, കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയും വലിയൊരു ക്രിമിനലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയില്ലാതിരിക്കില്ല. അപ്പോൾ അത്രയും ഗ്രാവിറ്റിയോടുകൂടി പുള്ളി ചിന്തിച്ച് പുള്ളി സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വന്ന് പെട്ടത് കേരള പോലീസിന്റെ മുമ്പേ ആയിപ്പോയി. അവർ പൊക്കുകയും ചെയ്തു. എന്തായാലും അവർക്കൊരു അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടതാണ്. ഇത്രയും വലിയ, കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര കുറ്റവാളിയെ പിടിക്കുക എന്ന് പറയുന്നത്. പിടിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് കേരള പോലീസിനും അഭിമാനിക്കാൻ കഴിയുന്നൊരു നിമിഷം തന്നെയാണ്. കാരണം CBIയുടെ ഇടപെടലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ ട്രേസ് ചെയ്യുന്നതിനും പിടികൂടുന്നതിനും കൃത്യമായി ചോദ്യം ചെയ്ത് ഇപ്പോൾ പട്യാല കോടതിക്ക് കൈമാറുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നത് അഭിനന്ദന അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം നാടുവിട്ട ഒരു യുവതി. അവളെയും കാമുകനെയും തെരഞ്ഞ് പിന്നാലെ എത്തുന്ന സംഘം. പഴയ സിനിമാ കഥകളെ വെല്ലുന്ന സംഭവങ്ങൾ അരങ്ങേറിയത് പാലക്കാടാണ്. ഒടുവിൽ കലാശിച്ചതാകട്ടെ ഒരു ദുരന്തത്തിലും.
നാലംഗ സംഘത്തിന്റെ ആക്രമണത്തിന് പിന്നാലെ കുഴഞ്ഞു വീണ തോട്ടം നടത്തിപ്പുകാരൻ മരിച്ചു. ഗോപാലപുരം മൂങ്കിൽമട സ്വദേശി ജ്ഞാനശക്തിവേലാണ് മരിച്ചത്. ജ്ഞാനശക്തിവേലിന്റെ ഭാര്യയുടെ ബന്ധുവായ യുവാവിനൊപ്പം നാടുവിട്ട പെൺകുട്ടിയെ അന്വേഷിച്ചാണ് തമിഴ്നാട്ടിലെ ബന്ധുക്കൾ മീനാക്ഷിപുരത്തെത്തിയത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. പാലക്കാട് മീനാക്ഷിപുരം വരവരച്ചള്ളയിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഗോപാലപുരം മൂങ്കിൽമട സ്വദേശി 48-കാരനായ ജ്ഞാനശക്തിവേൽ മരിച്ചത്. പൊള്ളാച്ചി സ്വദേശികളായ നാലംഗ സംഘം രാത്രിയിൽ വരവരച്ചള്ളയിലെ തോട്ടത്തിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മർദ്ദനത്തിൽ പരിക്കേറ്റ് കുഴഞ്ഞുവീണ ജ്ഞാനശക്തിവേലിനെ ആക്രമിച്ചവർ തന്നെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ജ്ഞാനശക്തിവേലിന്റെ ഭാര്യ ഉമാമഹേശ്വരിയുടെ ബന്ധുവായ യുവാവിനൊപ്പം നാടുവിട്ട പെൺകുട്ടിയെ അന്വേഷിച്ചെത്തിയ സംഘമാണ് വാക്ക് തർക്കത്തിനിടെ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ആക്രമണം നടത്തിയ പൊള്ളാച്ചി സ്വദേശികൾക്കായി മീനാക്ഷിപുരം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പാലക്കാട്. അയൽത്തർക്കങ്ങൾ ചോരക്കളിയിലെത്തുന്ന സംഭവങ്ങൾ നിരവധിയാണ്. പാലക്കാട് കൊപ്പത്ത് അതിർത്തർക്കത്തിനിടെ അച്ഛനും മകനും വെട്ടേറ്റു. മണ്ണങ്കോട് സ്വദേശി ചാമി, മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത്. അയൽവാസിയായ വിനോദാണ് മടവാൾ കൊണ്ട് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പാലക്കാട് കൊപ്പം മണ്ണങ്കോടാണ് അതിർത്തി തർക്കത്തിനിടെ അച്ഛനും മകനും വെട്ടേറ്റത്. മണ്ണങ്കോട് സ്വദേശി ചാമി, മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത്. അയൽവാസിയായ വിനോദാണ് മടവാൾ കൊണ്ട് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിനോദിനെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിർത്തി തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. വിനോദിന്റെ സ്ഥലത്തിന്റെ അതിർത്തിയിൽ മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയായിരുന്നു. റോഡിന് ഇരുവശത്തുമാണ് ചാമിയുടെയും വിനോദിന്റെയും വീടുകൾ. വിനോദിന്റെ സ്ഥലത്ത് മതിൽ കെട്ടിയാൽ റോഡിന് വീതി കുറയുമെന്ന് പറഞ്ഞ് കുറച്ചുനാളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. രാവിലെ മതിൽ കെട്ടാൻ പണിക്കാർ എത്തിയപ്പോൾ ചാമിയുടെ മകൻ വൈശാഖ് ചോദിക്കാൻ വന്നു. ഇതോടെ വിനോദ് മടവാളുമായി പാഞ്ഞെത്തി. വീട്ടിലേക്ക് ഓടാൻ ശ്രമിച്ച വൈശാഖിനെ വീട്ടുമുറ്റത്തിട്ടാണ് വെട്ടിയത്. രക്ഷിക്കാൻ ഓടി വന്നപ്പോഴാണ് ചാമിക്കും വെട്ടേറ്റത്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം കടക്കലിൽ 4 വർഷം മുമ്പ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 13-കാരിയെ കേരളം അത്ര വേഗം മറക്കാനിടയില്ല. കുട്ടിക്ക് ലൈംഗിക പീഡനം നേരിട്ടതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പിടിയിലായ 3 പേർ കുറ്റം ചെയ്തതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി 3 പ്രതികളെയും വെറുതെ വിട്ടു. പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. നാലു വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കടക്കൽ സ്വദേശികളായ ഷിജു, ഷിനു, ജിത്തു എന്നിവരെ വെറുതെ വിട്ടുകൊണ്ട് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അജു മീര ബിർള ഉത്തരവായത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പരിശോധിച്ച കോടതി തെളിവുകളുടെ അഭാവത്തിൽ 3 പേരെയും വെറുതെ വിടുകയായിരുന്നു. 2020-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വീടിനുള്ളിൽ 13-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിക്ക് ലൈംഗിക പീഡനം നേരിട്ടുള്ളതായി കണ്ടെത്തിയത്. കടക്കൽ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 3 പ്രതികളെയും പോലീസ് വിചാരണ നടപടികൾക്കായി ഹാജരാക്കിയത്. ലൈംഗിക പീഡനത്തെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് 13-കാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 31 സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. 19 സാക്ഷികളെയും വിസ്തരിച്ചു.
ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിൽ നിന്നുള്ള ക്രിമിനൽ സംഘങ്ങളുടെ താവളമാവുകയാണ് മംഗളൂരു. മംഗളൂരുവിൽ തോക്കുകളും വെടിയുണ്ടകളുമായി 5 മലയാളികൾ അറസ്റ്റിലായി. സംഘത്തിൽ നിന്ന് 12 കിലോ കഞ്ചാവും പിടികൂടി. സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. രണ്ടു ദിവസങ്ങളിലായി നഗരത്തിലെ വ്യത്യസ്ത ഇടങ്ങളിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 കാസർഗോഡ് സ്വദേശികളെ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും കഞ്ചാവും പിടികൂടി. മംഗൽപാടി സ്വദേശിയും മലപ്പുറം കൊണ്ടോട്ടിയിലെ താമസക്കാരനുമായ തോക്ക് ലത്തീഫ് എന്ന അബ്ദുൾ ലത്തീഫ്, പൈവെളിക സ്വദേശി മൻസൂർ, മഞ്ചേശ്വരം കടമ്പാർ സ്വദേശികളായ മുഹമ്മദ് അസ്കാർ, മുഹമ്മദ് സാലി, ഭീമനടി എളേരി കുന്നുങ്കൈ സ്വദേശി നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. അർക്കുള ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് 12 കിലോ കഞ്ചാവുമായി ലത്തീഫ് പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ച കേരള രജിസ്ട്രേഷൻ കാറും പോലീസ് പിടിച്ചെടുത്തു. കർണാടകയിൽ പലപ്പോഴായി നടന്ന വെടിവെപ്പ് കേസുകളിലെ പ്രതികൾക്ക് തോക്കുകൾ എത്തിച്ചു കൊടുത്തത് ലത്തീഫാണെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിലും കർണാടകയിലുമായി ഇയാൾക്കെതിരെ കൊലപാതക ശ്രമം, ആയുധം കൈവശം വെക്കൽ, ആക്രമണം, ಕವರ್ಚಾ ತೊಡಗಿ 13 ಕ್ರಿಮಿನಲ್ ಕೇಸುಗಳುಂಡೆಂದು ಪೊಲೀಸ್ അറിയിച്ചു. 3 ಗಾಡಿಗಳನ್ನು ವಶಪಡಿಸಿಕೊಂಡಿದ್ದಾರೆ. ಒಟ್ಟಾರೆ ಸುಮಾರು ಒಂದು 40 ಲಕ್ಷ ಬೆಲೆದು ವೆಪನ್ಸ್, ಗಾಂಜಾ ಮತ್ತು ಕಾರ್ ಸೀಸ್ ಮಾಡಿದ್ದಾರೆ. 3 ಪ್ರಕರಣಗಳು ಪ್ರತ್ಯೇಕವಾಗಿ ಬೇರೆ ಬೇರೆ ಸ್ಟೇಷನ್ನಲ್ಲಿ ದಾಖಲಾಗಿದೆ. ഇതേ ദിവസം നടേക്കാൽ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് 2 തോക്കും 4 വെടിയുണ്ടയുമായി നൌഫൽ, മൻസൂർ എന്നിവർ കൊണാജെ പോലീസിന്റെ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കേരള രജിസ്ട്രേഷൻ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ നിലവിലുണ്ട്. തലപ്പാടിക്ക് സമീപം ദേവിപുരയിൽ ആയുധങ്ങളുമായി യുവാക്കൾ കാറിൽ പോകുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഗർ, മുഹമ്മദ് സാലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 1 തോക്ക്, 2 വെടിയുണ്ടകൾ എന്നിവ പിടിച്ചെടുത്തു. ഇവർ സഞ്ചരിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ കാറും കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശ്രമം, ലഹരിക്കടത്ത്, ആക്രമണം, കവർച്ച, മണൽക്കടത്ത് തുടങ്ങി കേരളത്തിലും കർണാടകയിലുമായി അസ്കറിനെതിരെ 17 ക്രിമിനൽ കേസുകളും മുഹമ്മദ് സാലിക്കെതിരെ 10 കേസുകളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മംഗളൂരു. തിരുവനന്തപുരം വർക്കലയിൽ ഭാര്യ സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടിയൂർക്കാവ് സ്വദേശികളായ ഷാനി, സുഹൃത്തായ മനുവിന്റെ 16 വയസ്സുകാരനായ മകൻ എന്നിവരാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. വർക്കല കരിനിലക്കോട് സ്വദേശി സുനിൽദത്ത് കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു കൊലപാതകം. വർക്കല കരിനിലക്കോട് സ്വദേശിയായ സുനിൽ ദത്താണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരി ഉഷാകുമാരിക്കും തലയ്ക്ക് വെട്ടേറ്റിരുന്നു. സുനിൽ ദത്തിന്റെ കാലിൽ ആഴത്തിലുള്ള മുറിവേറ്റതാണ് മരണകാരണമായത്. പിടിയിലായ ഷാനി ഉഷാകുമാരിയുടെ ഭർത്താവാണ്. ഇരുവരും 1 വർഷത്തോളമായി പിണങ്ങിക്കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഷാനിയും സുഹൃത്തായ മനുവിന്റെ 16-കാരനായ മകനും വീട്ടിലെത്തിയാണ് ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയതിനു ശേഷം മൂവരും മോട്ടോർ ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് 3 പേരെയും വട്ടിയൂർക്കാവ് ഭാഗത്തു നിന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വർക്കല. മൂന്നാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണശ്രമം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്തു.
ശബ്ദം കേട്ടെത്തിയ സുരക്ഷാ ജീവനക്കാരനെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച് മോഷ്ടാവ് രക്ഷപ്പെട്ടു. ക്ഷേത്രത്തിന് സമീപത്തെ ഒരു വീട്ടിലും മോഷണശ്രമം നടന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു മൂന്നാർ ടൗണിന് സമീപം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം നടന്നത്. രാത്രി 12 മണിയോടെ മോഷ്ടാവ് ക്ഷേത്രത്തിലെത്തിയതായാണ് നിഗമനം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ മോഷ്ടാവ് തകർത്തു. ശബ്ദം കേട്ടെത്തിയ സുരക്ഷാ ജീവനക്കാരനെയും ആക്രമിച്ചു. കമ്പിവടി കൊണ്ട് തലക്കടിയേറ്റ സുരക്ഷാ ജീവനക്കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇയാളുടെ തലയ്ക്ക് ആഴത്തിൽ മുറിവുണ്ട്. உள்ள போய் அந்த உண்டு விட்டான். உடைச்சோடனே யாரை உண்டில் உடைக்குது சவுண்டு விட்டுனா அப்படியே விட்டு வந்துட்டாங்க. ஏமாக்க வந்துட்டான். வந்தோடனே சட்டத்தை வந்து வந்தோடனே நான் மண் கட்டி பிடிச்சேன். அவன் ஏதோ இல்லை அந்த வில்லு அந்த போலீஸ்காரங்க வேட்டுக்கு போடுவாங்களா அந்த மாதிரி பிடிக்க முடியும். பிடிச்சிக்கலாம் அன்னைக்கு பார்த்து பிடிக்க முடியாது. சோறு போய் இடிச்சிட்டான். அந்த சோறு எரிச்சிட்டு கம்பிக்கு ஒரு அடி அடிச்சிட்டு ஓடி. പുലർച്ചെയോടെ ക്ഷേത്രത്തിന് സമീപത്തെ ആളില്ലാത്ത വീട്ടിലും മോഷണ ശ്രമം നടന്നു. വീടിനുള്ളിൽ കയറിയ കള്ളൻ അലമാരയ്ക്കകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വലിച്ചു പുറത്തിട്ടു. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിർണായകമായ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ശാരീരിക മാനസിക പീഡനമേറ്റ സംഭവത്തിൽ നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പീഡനത്തിന് കാരണക്കാരായ അധ്യാപകരെ സസ്പെൻഡ് ചെയ്യാനും പ്രിൻസിപ്പലിനെയും പ്രധാനാധ്യാപികയെയും സ്ഥലം മാറ്റാനുമാണ് തീരുമാനം. സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് കൈമാറി. പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകരിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനമുണ്ടായി എന്ന് കാണിച്ചായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാർത്ഥിയുടെ പിതാവ് പരാതി നൽകിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ആരോപണ വിധേയരായ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടത്. അനധികൃത ഫീസ് രക്ഷിതാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് മാനേജ്മെന്റ് കുട്ടിയോട് പക പോക്കാൻ തുടങ്ങിയതെന്നാണ് പരാതി. ഇത് കുട്ടിയുടെ പഠനത്തെയും ബാധിച്ചു. ജനുവരി 22-ന് UP സെക്ഷനിലെ കായികാധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു. പോലീസ് സ്റ്റേഷന് കംപ്ലൈന്റ് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൾ പറയുന്നത് പ്രിൻസിപ്പൽ അടുത്തേക്ക് കംപ്ലൈന്റ് കൊണ്ട് ചെന്നില്ല എന്നാണ്. ഇത് മോഷണം നടത്തിയ കള്ളൻ എനിക്കാദ്യം പരാതി തരൂ, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പറയുന്ന പോലെയാണ്. പ്രിൻസിപ്പളാണ് ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തതും പ്രിൻസിപ്പളാണ് ഞങ്ങളോട് TC വാങ്ങിക്കൊണ്ട് പോകാനും പറയുന്നത്. ആ പ്രിൻസിപ്പളിന് പരാതി കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? പോലീസ് സ്റ്റേഷൻ അഭയം പ്രാപിക്കേണ്ടി വന്നു. പോലീസ് അന്വേഷിച്ചു. നോൺ ബെയിലബിൾ സെക്ഷൻസ് അനുസരിച്ച് കേസെടുക്കും. 4 അധ്യാപകർക്കെതിരെ കേസെടുത്തു. എന്നിട്ടും അവർ ബെയിലെടുക്കാനോ നടപടി സ്വീകരിക്കാനോ മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല. അവർ വളരെ സ്വതന്ത്രരായി നടക്കുന്നു. കുട്ടികളുടെ ഈ സംഭവം മുഴുവൻ കണ്ടു നിന്ന വിദ്യാർത്ഥികൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു, മാതാപിതാക്കളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, കുട്ടിക്കെതിരെ സംസാരിക്കാൻ ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ വീണ്ടും കണ്ടിന്യൂ. സ്കൂളിന്റെ പ്രിൻസിപ്പലിന് പുറമെ പ്രധാന അധ്യാപികയെയും മാനേജ്മെന്റിന് കീഴിലെ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനാണ് ഉത്തരവിലെ നിർദ്ദേശം. ഇരയായ വിദ്യാർത്ഥിയുടെ ക്ലാസ് ടീച്ചർ, ഗണിതാധ്യാപിക, മലയാളം അധ്യാപകൻ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അച്ചടക്ക നടപടി ഉറപ്പുവരുത്തിയതിനു ശേഷം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറാനും ഉത്തരവിൽ പറയുന്നു. സെന്റ് മേരീസ് സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
ആറ്റിങ്ങലിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥി അമ്പാടിയാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. മദ്യലഹരിയിൽ കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ സ്ത്രീകളെ കടന്നുപിടിച്ച യുവാവിനെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. പിടിയിലായത് ചുങ്കത്തറ സ്വദേശി മന്മഥൻ. മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് മാമലക്കണ്ടം സ്വദേശി മുത്തു, ഉപ്പുതോട് സ്വദേശി ബിനീഷ് എന്നിവർ. കരിപ്പൂർ വിമാനത്താവളത്തിൽ 35 ലക്ഷം രൂപയുടെ സ്വർണവുമായി 2 പേർ പിടിയിൽ. യാത്രക്കാരനെയും കടത്ത സ്വർണം സ്വീകരിക്കാൻ വന്ന ആളെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചങ്ങരംകുളത്ത് 1.25 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. പിടിയിലായത് ചങ്ങരംകുളം ചിയ്യാനൂർ സ്വദേശി സജിത്ത്, പൊന്നാനി സ്വദേശി ഷെഫീഖ്, കക്കിടിപ്പുറത്ത് താമസിക്കുന്ന ആഷിഖ് എന്നിവർ. കണ്ണൂരിൽ 5 ഗ്രാം MDMAയുമായി യുവതി ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. നുച്ചിയാട് സ്വദേശി മുബഷീർ, കർണാടക സ്വദേശികളായ ഹക്കീം, കോമള എന്നിവരാണ് പിടിയിലായത്. വൻതുക ശമ്പളം ലഭിച്ചാലും ആർത്തി തീരാത്ത ചില ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരത്തിലൊരാൾ തിരുവനന്തപുരത്ത് പിടിയിലായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് കൈക്കൂലി കേസിൽ അറസ്റ്റിലായത്. വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റാണ് കവടിയാറിൽ നിന്ന് അലക്സ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്. കടക്കലിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 10 ലക്ഷം രൂപ കൈക്കൂലി ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. കവടിയാറിലെ ഗ്യാസ് ഏജൻസി ഉടമയുടെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് സംഘം IOC ഡെപ്യൂട്ടി ജനറൽ മാനേജറെ പിടികൂടിയത്. ഇത്തരക്കാരെ ജോലിയിൽ തുടരാൻ അനുവദിച്ചുകൂടാ. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.